നമസ്കാരം, നവമി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പരമ്പരാഗത വിഭവമാണ്, അതായത് കോഴിമരുന്ന്. ഇതിനെ മരുന്ന് കോഴി എന്നും പറയാറുണ്ട്. പ്രസവരക്ഷയ്ക്ക് വേണ്ടിയിട്ടും ശരീരരക്ഷയ്ക്ക് വേണ്ടിയിട്ടും പണ്ടൊട്ടേ കഴിച്ചു പോരുന്ന ഒരു മരുന്നാണ് ഈ കോഴിമരുന്ന് എന്ന് പറയുന്നത്. പണ്ടൊക്കെ പച്ചമരുന്നുകൾ ഇടിച്ചു പിഴിഞ്ഞ് കഷായമൊക്കെ തയ്യാറാക്കിയിട്ട് അതിൽ കോഴിനെ വേവിച്ചൊക്കെയാണ് ഈ മരുന്ന് തയ്യാറാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്കിത് എല്ലാ ആയുർവേദ കടകളിലും മരുന്ന് പൊടിയായിട്ടും അതല്ലാതെ തന്നെയും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ പരമ്പരാഗത രീതിയിൽ അമ്മ ഇത് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി കാണിക്കുകയാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. ഇതിൽ അളവുകളും ചേരുവകളും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രധാനമായിട്ടും കോഴിമരുന്നിൻ്റെ കൂട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഈ മരുന്നുകളാണ്. ഇതിൽ 28 തരം മരുന്നുകളാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്തെ മരുന്നുകൾ എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് പറയാം. ഇടംപിരി, വലംപിരി, മാതളനാരങ്ങയുടെ തൊണ്ട്, പിന്നെ നല്ല ജീരകം, കരിഞ്ജീരകം, പെരുംജീരകം, ചെറുപുന്നരി, കൊത്താമ്പാലരി, അതായത് മല്ലിയാണ്, വിശാലരി, ഏലത്തരി, അത് ഏലക്ക, പിന്നെ പൂക്കളായിട്ട് കാഥിരിപ്പൂവ്, മദനപ്പൂവ്, നാഗപ്പൂവ്, പിന്നെ ചൊന്നരത്ത, പിന്നെ ചുക്ക്, thippali, അമുക്കുരം, ചതുപ്പ, പിന്നെ കരയാമ്പൂ, ജാതിപത്രി, ജാതിക്ക, ദേവദാരം, തക്കോലം, കറുവപ്പട്ട, അയമോദകം, ഉലുവ, ആശാളി, കുരുമുളക്, വരട്ട് മഞ്ഞൾ. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. ഇനി ഈ മരുന്നുകളെല്ലാം ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി, ഇരുമ്പിൻ്റെയോ ഇൻഡാലിയത്തിൻ്റെയോ എടുക്കാം, അടുപ്പത്ത് വയ്ക്കുക. നന്നായി ചൂടായ ശേഷം അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് വലിയ കഷ്ണങ്ങൾ, പലതും പല അളവും ഷേപ്പും ഒക്കെ ആണല്ലോ, അപ്പം വലിയ കഷ്ണങ്ങൾ ആദ്യം ഇട്ട് കൊടുക്കുക. അതൊന്ന് വറുത്ത് തുടങ്ങുമ്പോൾ ഇടത്തരം കഷ്ണങ്ങൾ മരുന്നുകൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും ചെറിയ മരുന്നുകളും ഇട്ട് ചെറിയ തീയിൽ നന്നായിട്ട് വറുത്തെടുക്കുക. ഇതിപ്പോൾ 1 കിലോഗ്രാം ഇറച്ചിക്കുള്ള മരുന്നാണ് എടുത്തിരിക്കുന്നത്. 100 ഗ്രാം മരുന്നാണ് 1 കിലോഗ്രാം ഇറച്ചിക്ക് വേണ്ടത്. ഇതിൻ്റെ വില 100 രൂപയാണ് വരിക. ഇത് പൊടിയായിട്ടും ആയുർവേദ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. പൊടിയാണെങ്കിൽ 80 ഗ്രാം മതിയാകും. ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചെറിയ മരുന്നുകളെല്ലാം പൊട്ടി വരുന്നതാണ് ഇതിൻ്റെ പാകം. ചെറുമരുന്നുകളെല്ലാം പൊട്ടിയാൽ നമുക്കിത് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം കൂടെ ഇളക്കി കൊടുക്കാം. ചട്ടിയുടെ ചൂട് കൊണ്ട് മരുന്നുകളൊന്നും കരിഞ്ഞു പോകാതെ നോക്കണം. അതിനുശേഷം ഇതൊരു പ്ലേറ്റിലിട്ട് നിരത്തി ചൂടാറാൻ വയ്ക്കാം. കുറേശ്ശെയായി മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ പൊടി റെഡി ആയിട്ടുണ്ട്, നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റു ചേരുവകൾ എന്തെല്ലാമാണ് എന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ 100 ഗ്രാമാണ് വേണ്ടത്, നെയ്യ് 50 ഗ്രാം, എള്ളെണ്ണ 50 ഗ്രാം. എല്ലാം ഗ്രാം അളവിലാണ്, മില്ലി അല്ല കേട്ടോ, അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളി ഒരു 12 എണ്ണം, ഏകദേശം 50 ഗ്രാം ഉണ്ടാകും. പിന്നെ വെളുത്തുള്ളി ഒരു 12 അല്ലി, മീഡിയം സൈസുള്ളത്, അതൊരു 15 ഗ്രാം വരും. ഇഞ്ചി ഒരു മീഡിയം സൈസുള്ള കഷ്ണം, അത് ഏകദേശം 10 ഗ്രാം വരിക. പിന്നെ 2 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് വേണ്ടത് കോഴിയിറച്ചിയാണ്. പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കുമ്പോൾ നാടൻ പിടക്കോഴിയാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് കന്നിപ്പെട എന്ന് പറയുമ്പോൾ മുട്ടയിട്ട് തുടങ്ങാത്ത പിടക്കോഴി. ഇതൊരു കന്നിപ്പെടയാട്ടോ, ഇവിടെ അടുത്ത വീട്ടിൽ നിന്ന് വാങ്ങിയതാണ്. 1 കിലോ കോഴിക്ക് 240 രൂപയാണ് വില വരിക. ഇതൊരു 1.5 കിലോയുടെ കോഴിയായിരുന്നു. ഇത് തൊലിയോട് കൂടി തന്നെ എടുക്കണം നമ്മൾ ഇറച്ചി. ഇനി ഈ ഇറച്ചി നമുക്ക് ചെറുതായി ഒന്ന് ഇടിച്ചെടുക്കാം. എല്ലൊന്നും പൊടിഞ്ഞു പോവാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. നാടൻ കോഴി ആയതുകൊണ്ട് ഇതിന് നല്ല വേവ് ഉണ്ടാവും ഇറച്ചിക്ക്. ഇങ്ങനെ ഇടിക്കുമ്പോൾ ഇറച്ചി പെട്ടെന്ന് വേവാനും അതുപോലെ തന്നെ കോഴിമരുന്ന് ഇറച്ചി നല്ലപോലെ പിടിക്കാനും സഹായിക്കും. ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് നുറുക്കിയെടുത്ത് കഴിഞ്ഞപ്പോൾ 1 കിലോ 100 ഗ്രാം ഇറച്ചി ഉണ്ടായിരുന്നു. പിന്നെ കോഴിയുടെ വട്ടും കരളും ഒന്നും നമ്മൾ കോഴിമരുന്നിന് ഉപയോഗിക്കില്ല.
അതെല്ലാം മാറ്റിയ ശേഷം കൃത്യം 1 കിലോ ഇറച്ചിയാണിത്. ആയുർവേദ വിധിപ്രകാരം ശരിയായ രീതിയിലും ശരിയായ ഗുണവും കിട്ടുന്നതിന് നാടൻ കന്നിപ്പട തന്നെയാണ് ഈ മരുന്നിന് വേണ്ടി ഉപയോഗിക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ സാധാരണ നാടൻ കോഴിയോ ഇറച്ചി കോഴിയോ ഉപയോഗിക്കാം. കൂടാതെ ഇത് ആട്ടിറച്ചിയിലും ചെയ്യാവുന്നതാണ്. മരുന്ന് ഉള്ളിൽ ചെല്ലുക, അതാണ് പ്രധാനപ്പെട്ടായിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ എല്ലാ ഇറച്ചി കഷ്ണങ്ങളും നന്നായിട്ട് ഇടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന അളവുകളെല്ലാം 1 കിലോ ഇറച്ചിക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി ഇത് ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മരുന്ന് പൊടിയിൽ നിന്നും പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആകെ നമുക്ക് 100 ഗ്രാം വെളിച്ചെണ്ണയാണ് വേണ്ടത്. അതിൻ്റെ പകുതിയാണ് ഇപ്പോൾ ഇവിടെ ചേർക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച ശേഷം ഒരു 30 മിനിറ്റെങ്കിലും അടച്ച് മാറ്റി വയ്ക്കാം. കോഴി മരുന്നിൽ ഉപ്പ് ചേർക്കാറില്ല. ഇനി കഴിക്കാൻ രുചിക്ക് വേണമെങ്കിൽ 1/2 ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കാവുന്നതാണ്. പക്ഷെ മരുന്നായിട്ട് ചെയ്യുമ്പോൾ ഉപ്പ് ചേർക്കാൻ പാടില്ല. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തേക്ക് വയ്ക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇറച്ചി ഒന്ന് ചൂടായ ശേഷം നമുക്കിത് വേവാൻ ആവശ്യമുള്ള 2 കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്വാദ് കൂടുതൽ കിട്ടും. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. നന്നായി തിളച്ച് വരുന്നത് വരെ തീ കൂട്ടി വയ്ക്കാം. ഇതിപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇതിവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് കൊടുക്കാം. ഇനി ഒരു മീഡിയം ലെവലിൽ തീ കത്തിച്ചാൽ മതിയാകും. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം. ഇല്ലെങ്കിൽ മരുന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ ഏകദേശമൊക്കെ വെള്ളം വറ്റി വരുന്നുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് 10 മിനിറ്റ് ഇളക്കി വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. അടുപ്പിൽ ചെയ്യുമ്പോൾ ഈ സമയത്ത് തീ കത്തിക്കേണ്ട ആവശ്യമില്ല. കനലിൻ്റെ ചൂട് മാത്രം മതിയാകും. ഇനി ഇത് ഗ്യാസിലാണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും ചെറിയ തീയിലിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ വെള്ളമെല്ലാം വറ്റി ചിക്കൻ നന്നായി വെന്ത് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുപ്പത്തേക്ക് ഒരു ഉരുളി വെച്ച് കൊടുക്കാം. അത് നന്നായി ചൂടായ ശേഷം അതിലേക്ക് 50 ഗ്രാം നെയ്യ് ഒഴിക്കാം. അതിലേക്ക് ഇനി 50 ഗ്രാം എള്ളെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇത് രണ്ടും നന്നായി ചൂടായ ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. ഇത് നന്നായി മൊരിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന ഇറച്ചി ചേർത്ത് കൊടുക്കാം. അടുപ്പത്ത് വെച്ച് ചെയ്യുമ്പോൾ കനലിലിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അഥവാ ഗ്യാസിലാണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞ തീയാണ് വെക്കേണ്ടത്. ഇതിനി ഒരു 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ ബാക്കി വച്ചിരിക്കുന്ന മരുന്ന് പൊടി ചേർത്ത് വീണ്ടും ഇളക്കുക. പൊടി ഒന്ന് മൊരിഞ്ഞു വന്ന ശേഷം നേരത്തെ മാറ്റി വച്ചിരുന്ന 50 ഗ്രാം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം. ഇതിപ്പോൾ നന്നായി വരണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കോഴി മരുന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. പക്ഷെ ഒരു ദിവസം ഒരു നേരം മാത്രമേ കഴിക്കാവൂ. അതുമാത്രമല്ല, ഇത് കഴിക്കുമ്പോൾ 5-6 കഷ്ണം അത്രേ കഴിക്കാവൂ. അതിൽ കൂടുതൽ കഴിക്കരുത്. കാരണം ഇത് മരുന്നാണല്ലോ. പിന്നെ ഇതിൻ്റെ ഒപ്പം നമ്മൾ തണുത്തതൊന്നും കഴിക്കാൻ പാടില്ല. ചൂടുവെള്ളമാണ് കഴിക്കേണ്ടത്. പിന്നെ ഒരു കാരണവശാലും ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. ബാക്കി വരുന്നത് നമ്മൾ വരട്ടി വയ്ക്കുക. അങ്ങനെ ഇതൊരു 5-6 ദിവസം വരെ കഴിക്കാവുന്നതാണ്. ലാസ്റ്റൊക്കെ ആകുമ്പോൾ ഇത് മൊരിഞ്ഞിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും വരിക.
പിന്നെ ഒരു കാര്യമുള്ളത്, ഈ മരുന്ന് കഴിക്കുമ്പോൾ ചിലർക്കെങ്കിലും കോൺസ്റ്റിപ്പേഷൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കാം. കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ മരുന്ന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 1.5 മണിക്കൂറാണ് എടുത്തത്. ഇറച്ചി വേവാൻ വേണ്ടിയിട്ട് 1.25 മണിക്കൂറും വരട്ടിയെടുക്കാൻ വേണ്ടി 15 മിനിറ്റും എടുത്തു. ഇപ്പോൾ ഇവിടെ നമ്മുടെ മരുന്ന് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയറും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.